മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ കോഴിക്കോട് മുഖവൂർ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ക്രമക്കേട് നടന്നതായി പരാതി. 2017 നടത്തിയ വെരിഫിക്കേഷനിൽ സ്വർണത്തിന്റെ കുറവ് കണ്ടെത്തി. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ ക്ഷേത്ര ഭാരവാഹികൾ പരാതി നൽകിയിട്ടും അന്വേഷണം നടത്തിയില്ലെന്നാണ് ആരോപണം. കോഴിക്കോട് മുഖവൂർ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച സ്വർണം, വെള്ളി എന്നിവ നഷ്ടപ്പെട്ടതായാണ് ആരോപണം. 2017 നടത്തിയ വെരിഫിക്കേഷനിൽ സ്വർണത്തിന്റെ കുറവ് കണ്ടെത്തി. 2020 ക്ഷേത്രത്തിൽ അവസാനമായി വെരിഫിക്കേഷൻ നടത്തിയത്. 17 പിന്നെ വരുന്ന വെരിഫിക്കേഷനിലൊക്കെ തന്നെ അത് കാണാതെ തന്നെ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർമാരിങ്ങനെ ചാർജ് എടുത്തു പോവുക. അത് മാറ്റിവെക്കപ്പെടുക, കാണാത്തത് മാറ്റിവെക്കപ്പെടുക. ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും അത് മാറ്റിവെക്കപ്പെടാൻ പറ്റൂല. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് കാമ്പുറത്ത് ട്രസ്റ്റി ബോർഡിന് അറിയണമെന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്. 2024 ദേവസ്വം മന്ത്രി, ദേവസ്വം കമ്മീഷണർ, വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെയാണ് ക്ഷേത്ര ഭാരവാഹികൾ പരാതി നൽകിയത്. ഉദ്യോഗസ്ഥന്മാർക്ക്, എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് ഒത്താശ ചെയ്തവർക്കാണ് ഇവിടുന്ന് മോഷ്ടിച്ചോളാൻ പറഞ്ഞിട്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് വിവരാവകാശ പ്രകാരം നമുക്ക് അവർ തന്നെ തന്ന രേഖയുണ്ട്. അത് പ്രകാരമാണ് ഞങ്ങൾ പറയുന്നത്. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾക്ക് കാണാനില്ല, ഹാജരാക്കിയിട്ടില്ല എന്നാണ് അതിനകത്ത് പറയുന്നത്. ഹാജരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തുടർച്ചയായിട്ട് ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയി തന്നെ അർത്ഥം. 4 പൊട്ട്, ഒരു സ്വർണ്ണ ചെയിൻ, 50 ഗ്രാമിന്റെ 2 വെള്ളിക്കുട, 10 ഗ്രാമിന്റെ 2 മണിമാല എന്നിവ പരിശോധന സമയത്ത് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ വെരിഫിക്കേഷന് ഹാജരാക്കിയിട്ടില്ല. 66.5 ഗ്രാം സ്വർണമാണ് നിലവിൽ ക്ഷേത്രത്തിൽ നിന്നും കാണാതായതെന്നാണ് സൂചന. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.